അവർ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്നാണ് അവർ പറഞ്ഞത്? ഹയർ സ്റ്റഡിക്ക് എന്തിനു വേണ്ടിയിട്ടാ? എംകോം ഏത് യൂണിവേഴ്സിറ്റി? നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഏതെങ്കിലും കേരളത്തിൽ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ചെയ്തിട്ട് ഈ രൂപത്തിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിയും അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും? പറയാൻ പറ്റില്ല. ഇയാളെ വീട്ടിലെ ബാങ്ക് ബാലൻസ് ഒക്കെ ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടോ? നാട്ടില് നല്ല അറിയപ്പെടുന്ന പുള്ളിയാണോ? അപ്പൊ ഇയാൾക്ക് ഈ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന കുറെ കാര്യങ്ങളെ പറ്റി ഒരു ബോധ്യവും ഇല്ലേ? ആരാ പറഞ്ഞത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു തരാം? ഇതിനു മുമ്പ് ഹെൻസൺ എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഹെൻസൺ എന്നൊരു സാങ്കല്പിക പേരാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഒരു സാങ്കല്പിക പേരാണ് പറയുന്നത്. അപ്പൊ ഇയാൾ ഇതിനു മുമ്പ് എന്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞിരുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി? നല്ലതാണെന്നാണോ പറഞ്ഞത്, അതോ 3 വർഷം തന്നെ ചെയ്യണം എന്നാണോ പറഞ്ഞത്? അപ്പൊ 3 വർഷം അല്ലാതെ 1 വർഷം 2 വർഷം ചെയ്തിട്ട് പറ്റിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ഭാവിയില്? നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ രാഷ്ട്രീയ പ്രവർത്തകർ, വിദ്യാർത്ഥി സംഘടനകളിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇതേ രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റിയും അതുപോലെ ഷാങ്ഷൂങ് യൂണിവേഴ്സിറ്റിയും ഇപ്പൊ ജയിലിന്റെ അകത്താണെന്ന് അറിയാമോ? ന്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ തട്ടിപ്പിന് എന്തേ പോയി തലവെച്ച് കൊടുക്കണം? ഇപ്പൊ എത്ര രൂപ കാശ് കൊടുത്തു? രജിസ്ട്രേഷൻ ക്ലോസ് ആവും. ആകാശം 2-3 ദിവസത്തിനുള്ളിൽ ഇടിഞ്ഞു വീഴും. ഈ 2-3 ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ആകാശം മൊത്തം ഇടിഞ്ഞു വീഴും. അപ്പൊ അവർ താങ്ങി നിർത്തും. ഇയാളുടെ ജീവിതത്തെ താങ്ങി നിർത്താനാണ് അത്തരത്തിലുള്ള ആളുകളെ ദൈവം ഇറക്കി വെച്ചിരിക്കണേ. ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നില്ലേ? ഇനി പരീക്ഷയെ പറ്റി അവരെന്താ പറഞ്ഞത്? ഓൺലൈൻ എക്സാം. ഓൺലൈനില് എവിടെ? വീട്ടിൽ വെച്ചോ? ഫോണില്. ഇയാള് ബികോം അല്ലേ ഇപ്പൊ ചെയ്യണേ? ബികോം ഫോണില് നമ്മള് ടാലിയൊക്കെ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ഫോണില് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ അവര് പറയുന്നതിൽ എന്താണ് ഒരു ലോജിക്ക്?